അപ്പോൾ ഇവിടെ എന്നിട്ട് പറയുകയാണ്, നമുക്കെന്തു വരും? പരീക്ഷ വരും. പക്ഷെ പരീക്ഷയോടുകൂടി ദൈവം പോംവഴിയും ഒരുക്കി വെച്ചിട്ടുണ്ട്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ദൈവ പൈതല്, ദൈവത്തിൻ്റെ പ്രമാണമനുസരിച്ച് നിൽക്കുന്ന ദൈവ പൈതല്, ഞാൻ പറയട്ടെ, നീ പരീക്ഷകളെ നോക്കി, അതിൻ്റെ വിഷയങ്ങളെ നോക്കി അതെല്ലാം എണ്ണിയൊന്നും നീ ഭാരപ്പെടണ്ട. നിൻ്റെ കാഴ്ചപ്പാട് എന്തായിരിക്കണം എന്നറിയാമോ? ഇപ്പോൾ ഞാൻ കടന്നു പോകുന്ന പ്രയാസങ്ങൾക്കകത്ത് എൻ്റെ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന പോക്കുവഴിയാണ്. എനിക്ക് വേണ്ടി പോക്കുവഴി ഒരുക്കി വെച്ച ഒരു ദൈവമുണ്ട്. അതൊന്ന് വെളിപ്പെട്ടു വന്നാൽ മതി. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, അത് മറച്ചു വയ്ക്കുന്ന ദൈവമല്ല. നിനക്ക് സഹിക്കാവുന്നതിൻ്റെ മാക്സിമം എൻ്റെ ദൈവത്തിന് അറിയാം. അതിൻ്റെ അപ്പുറത്തേക്ക് നിന്നെ കൊണ്ടുപോകത്തില്ല. ആ ലെവലിലേക്ക് എത്തി നിന്നെ ഒന്ന് പണിത് കഴിഞ്ഞാൽ ദൈവം തൻ്റെ പരിഹാരവുമായി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഇവിടെ ദൈവം വിശ്വസ്തൻ. അവിടെ പറയുകയാണ്, നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ. എന്തിന്? പോക്കുവഴി വെളിപ്പെടുത്തുന്ന ദൈവം, പരീക്ഷയിൽ കൈവിടാത്ത ദൈവം, കൂടെ ഇരിക്കുന്ന ദൈവം. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ വിശ്വാസത്തിൻ്റെ പരിശോധന എന്തുണ്ടാക്കണം? സ്ഥിരത ഉളവാക്കണം. സ്ഥിരത ഉളവാക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. അപ്പോൾ വിശ്വാസത്തിൻ്റെ പരിശോധന വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? കുലുങ്ങിപ്പോകരുത്. കുലുങ്ങിപ്പോകരുത്. കുലുങ്ങാൻ സമ്മതിക്കാത്ത ഒരു ദൈവമുണ്ട്. പക്ഷെ ചില കുലുക്കങ്ങളൊക്കെ വരും ജീവിതത്തിൽ. ചില കാറ്റുകൾ അടിക്കുമ്പോൾ, സ്തോത്രം, ഒരുപക്ഷെ ഈശാനമൂലൻ പോലും അടിക്കാം. ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അത് എൻ്റെ നിങ്ങളുടെ ഗുണത്തിനാണ്, നന്മയ്ക്കാണ്. ഞാൻ പലപ്പോഴും ഇവിടെ പറയാറുള്ളൊരു കാര്യമാണ്, തേക്കിൻ്റെ തൈ നട്ട് കഴിഞ്ഞാൽ, സ്തോത്രം, അതിങ്ങ് വളർന്നു വരുമ്പോൾ, സ്തോത്രം, ഈ വണ്ണമേ കാണത്തുള്ളായിരിക്കാം. പക്ഷേ അതിൻ്റെ നേരെ കാറ്റടിക്കുമ്പോൾ, ഇടത്തുവശത്ത് നിന്ന് അടിക്കുമ്പോൾ അത് വലത്തേക്ക് വളയും, വലത്ത് നിന്ന് അടിക്കുമ്പോൾ അത് ഇടത്തേക്ക് വളയും. പക്ഷെ അത് ഒടിയത്തില്ല. കാരണം എന്താ? അതിനൊരു കാര്യം അറിയാം. സ്തോത്രം, 25 വർഷങ്ങൾക്ക് ശേഷം ആ തേക്കൊരു സാക്ഷ്യം പറയും. കഴിഞ്ഞ 25 വർഷം എൻ്റെ നേരെ അടിച്ച കാറ്റാണ് എന്നെ ഇതുപോലെ വലുതാക്കിയത്. ഇന്ന് പകൽക്കാലവും നിന്റെ ജീവിതത്തിൻ്റെ നേരെ കാറ്റടിക്കുമ്പോൾ ആഴത്തിലേക്ക് വേഴ് പോകുവാൻ, ആഴത്തിൽ നിന്ന് ചിലത് അറിയുവാൻ, ആഴത്തിൽ നിന്ന് ചിലത് രുചിക്കുവാൻ, ആഴത്തിൽ നിന്നുള്ള പോഷണം ലഭിക്കുവാൻ. ക്ഷീണിച്ചു പോകല്ലേ, ക്ഷീണിച്ചു പോകല്ലേ, തളർന്നു പോകല്ലേ, മടുത്തു പോകല്ലേ.